അവളിതേ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു. ഈ ടെലിപ്പതി എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ? സോ സ്വീറ്റ്. ഹലോ. ഹായ് കള്ളച്ചെറുക്ക. കോൾ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ക്ലൂ തന്നൂടെ നിനക്ക്? ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? പേടിയോ? അങ്ങനെ പേടിക്കാൻ പാകത്തിന് നീ എന്ത് ചെയ്യായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഇൻഫാക്ട് ഐ വാസ് തിങ്കിങ് ഓഫ് യു. ഇവിടെ നല്ല സൈലൻസ് ആയിരുന്നു. പെട്ടെന്നല്ല നീ ഫോൺ ചെയ്തത്, അതാ ഞാൻ പേടിച്ചു പോയെ. അത് ശരി, എന്തിനാ കോൾ ചെയ്തേ? എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ഇമ്പോർട്ടന്റ് കാര്യമോ? ഓഫീസിൽ വെച്ച് ഞാൻ ഇവിടെ കിസ് ചെയ്യാൻ നോക്കിയത് ഇവക്ക് മനസ്സിലായോ? ഇനി അതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ വിളിച്ചായിരിക്കോ? ഹലോ കള്ളച്ചെറുക്ക, അവിടെ തന്നെ ഉണ്ടോ അതോ നാട് വിട്ടുപോയോ? ആ, ഇവിടെ തന്നെ ഉണ്ട്. നിനക്കെന്തോ പറയാണ്ട് പറഞ്ഞില്ലേ? പറ. ഓക്കെ, ഞാൻ പറയാം. ഒരു മിനിറ്റ്. എന്താ? നീ എന്തേലും പറയുവാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറയണം. നിന്റെ ഒറിജിനൽ റൗഡി ബേബി സ്റ്റൈലൊന്നും വേണ്ട. നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഈ റൗഡി ബേബി ആകെ സൈലന്റ് ആയി. ഞാൻ പതുക്കെ പറയട്ടെ? പറയേ. അതെന്താണെന്ന് വെച്ചാ അത് ഐ ലവ് യുടാ കള്ളച്ചെറുക്ക. വാവ്, സൂപ്പർ. താങ്ക് ഗോഡ്. മേഡം റൊമാൻറ്റിക് മൂഡിലാന്നാ തോന്നുന്നേ. വാവ്, സൂപ്പറോ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാ? ലവ് ആയതിനു ശേഷം പ്രണയിക്കുന്നവര് തമ്മില് ഒരാള് ലവ് യു എന്ന് പറഞ്ഞ മറ്റേയാള് ലവ് യു ടു, മീ ടു, അങ്ങനെ എന്തെങ്കിലും പറയണം. ഓ, അതാണോ? അത് ഞാൻ ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഐ ലവ് യു ടു റൗഡി ബേബി. എന്റെ ചക്കരക്കുട്ടനാ നീ. എന്റെ കള്ളച്ചെറുക്ക് സ്വപ്നത്തിൽ വന്നിട്ട് സംസാരിച്ചാലോ? സ്വപ്നത്തിൽ വരുമോ നീ? വേഗം വാ. മൊബൈലിൽ തരണമെന്ന് വിചാരിച്ചത് ഞാൻ സ്വപ്നത്തിൽ തരാലോ. സ്വപ്നത്തിൽ വന്നിട്ട് അങ്ങനെ വെറുതെ ഒന്നും പോവില്ല. കവിളിൽ ഞാനൊരു കടി തരും. എന്റെ ചക്കര മുഖ. നിനക്ക് സ്വപ്നത്തിലല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉമ്മ തരും. എല്ലാവരും എവിടെ പോയി? ഏയ്, എല്ലാവരും എവിടെയുള്ള പിള്ളാരെ? ഇനി എപ്പോഴാ വീടൊക്കെ തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നത്? ഇതെല്ലാം അടുക്കി പെറുക്കി വെക്കണം. അതെല്ലാം കഴിയുമ്പോ എന്റെ കാര്യം കഷ്ടത്തിലാവും. എല്ലാരും കൂടി ചേർന്നാലല്ലേ ജോലികൾ നടക്കുന്നേ. വീണ്ടും വീണ്ടും ഞാനിത് തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഹലോ, ഞാൻ പരിമള പിസ MD സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നേ? ഹലോ പ്രമീള, ഞാനാ വൈജയന്തിയാ സംസാരിക്കുന്നത്. നമസ്കാരം അമ്മേ. സുഖമാണോ? എല്ലാവർക്കും കൂടെ സുഖമല്ലേ? എല്ലാവർക്കും സുഖമാ പ്രമീള. ആരതിക്ക് സുഖമാണോ? അവൾ ഇവിടുന്ന് പോന്ന ശേഷം വീട് കുറച്ച് സൈലന്റ് ആയിപ്പോയ പോലെയാണ്. എപ്പോഴും മുത്തശ്ശി റെസ്റ്റ് എടുക്ക്, മെഡിസിൻ കഴിക്ക് എന്നൊക്കെ പറയുമായിരുന്നു. സംസാരം കുറവാണെങ്കിലും ജോലി കൂടുതലായിരുന്നു. അവൾ ഇവിടെ ഉള്ളപ്പോ എപ്പോഴും വീട്ടിൽ ആളുണ്ടെന്നും കൂടെ ഒരാളുണ്ടെന്നുള്ള ധൈര്യം നമ്മുടെ ആദ്യക്കും ഉണ്ടായിരുന്നു. സുഖമായിട്ടിരിക്കുന്നമ്മേ. അവളുടെ അച്ഛൻ ഏതായാലും നീ ഇവിടെ വരെ വന്നല്ലോ, കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപ കാരണം എവിടെയായിരുന്നാലും സന്തോഷമായിട്ടിരുന്ന് നല്ല രീതിയിൽ തന്നെ പോയാൽ മതിയായിരുന്നമ്മേ. പ്രമീള, എന്റെ അമ്മയുടെ വീട്ടില് ഒരു ആചാരം ഉണ്ടായിരുന്നു.
വീട്ടില് ബൊമ്മയൊക്കെ ഒരുക്കി എടുത്തു വെക്കുന്ന ദിവസം എന്ന് വെച്ചാ വിജയദശമി ദിവസം വീട്ടിലെ മുത്തശ്ശിമാർ വൈകുന്നേരം വരേക്കും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. പിന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മാത്രമാണ് ഉപവാസം അവസാനിക്കുന്നത്. എന്റെ അമ്മ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവിടെ എന്തോ കറുവാ ചൗത്ത് എന്ന് പറയുമല്ലോ, അവരുടെയും അതേ രീതിയിലുള്ള വ്രതമാണ്. പക്ഷെ അത് എടുക്കുന്നത് വിജയദശമിക്കാണ്. ഇവിടെ സുഹാസിനിക്കാണെങ്കിൽ ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. ഏതായാലും നിങ്ങളുടെ വീട്ടിൽ ബൊമ്മ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആരതിയോട് ഈ വ്രതം എടുക്കാൻ പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഫോൺ ചെയ്യുന്നത്. നിങ്ങൾ ഫോൺ ചെയ്ത് നല്ല കാര്യം തന്നെയാ പറഞ്ഞത്. നമ്മൾ പണ്ട് മുതലേ ആചരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറ്റുന്ന അത്രയും കാലം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ആരതി മാത്രമൊന്നുമല്ല അമ്മേ, ഞാനും വ്രതം എടുക്കാം. ഞങ്ങളാരും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടേ ഞാനും ആരതിയും വ്രതം ഇരിക്കാം അമ്മേ. വളരെ സന്തോഷമായി പ്രമീള. വൈകുന്നേരം വ്രതം കഴിയുന്ന സമയത്ത് നമ്മൾ എല്ലാരും അവിടെ ഉണ്ടാകും. അപ്പൊ കാണാം. ശരി അമ്മേ, വൈകുന്നേരം നിങ്ങൾ വരുന്നവരെ ഞാൻ നോക്കിയിരിക്കാം. ശരി മോളെ. ആദ്യ പരിമള എത്ര നല്ലവളാണല്ലേ. അല്ല, അവൾക്ക് ഈ വിശ്വാസം, ആചാരം എന്നതിനെ പറ്റിയൊക്കെ നല്ല അറിവാണ്. അവൾക്ക് നല്ല പ്രായമില്ലേ, എന്നാലും ഉപവാസം ഇരിക്കാന്നൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാ പറഞ്ഞെന്നറിയോ. പാവാ മോളെ. അതെ മുത്തശ്ശി, ചെറിയമ്മ വളരെ നല്ലവരാ. വാ. എടി അഞ്ജു, വേഗം എഴുന്നേക്ക്, സമയം എത്രയെന്ന് കണ്ടില്ലേ? ഒന്ന് പോ ചേച്ചി, കുറച്ചു നേരം കൂടി കിടക്കട്ടെ. ഏയ്, ഓരോ ദിവസം കഴിയുന്തോറും നീ അതിഥികളും അടിച്ചു പോവാണല്ലോ. ഇനി എഴുന്നേറ്റില്ലെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ശിവതാണ്ഡവം നടക്കും. അതെ, ഇന്ന് വിജയദശമിയാണെന്നുള്ള കാര്യം നീ മറന്നുപോയതാണോ? അയ്യോ ആണല്ലേ, ഇന്ന് വിജയദശമി ആണെന്ന് ഞാൻ മറന്നേ പോയി. ഹലോ ഏട്ടത്തി, ഹാപ്പി വിജയദശമി. താങ്ക് യു, വിഷ് യു ദി സെയിം സുന്ദരി. എന്ത് ചെയ്യുമായിരുന്നു? വൈകിട്ടത്തെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോ? അയ്യോ, അതൊക്കെ എന്ത് ചോദിക്കാനിരിക്കുന്നു. ഞാനും ചേച്ചിയും കൂടി വീട് മുഴുവൻ കഴുകി തുടച്ച് റെഡിയാക്കി. ഞാനിപ്പോ കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനി പോയി കഴിക്കണം. അവിടുത്തെ സെലിബ്രേഷനൊക്കെ എവിടെ വരെയായി? ആവോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കറക്റ്റ് ടൈമിലാ വിളിച്ചത്. മുത്തശ്ശി ആരതിയോട് ഉപവാസം എടുക്കാൻ പറഞ്ഞിരുന്നു, ആ കാര്യം അറിഞ്ഞോ? ആ എടുത്തി അതൊക്കെ അറിഞ്ഞു. എന്റെ ചേച്ചി അതിൽ ഒരുപാട് ഫേമസാ. അവളോട് ഒരു ദിവസം ഇരിക്കാൻ പറഞ്ഞാൽ അവള് 4 ദിവസം ഇരിക്കും. അയ്യോ, മുത്തശ്ശി എന്നോട് കൂടി എടുക്കാൻ പറഞ്ഞു. നിങ്ങളോടോ? നിങ്ങളെങ്ങനെ ഉപവാസം എടുക്കാനാ എടുത്തി? അത് എനിക്ക് വയറ്റിൽ വാവ ഉള്ളത് കാരണം ഉപവാസം ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പകരം നീ അത് എടുക്കുമെന്ന് ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചത് തന്നെ. ഞാൻ എന്തിനാ ഇത്രയും ഡ്രസ്സൊക്കെ ബെഡിൽ നിരത്തി വെച്ചേക്കുന്നേ? കൺഫ്യൂഷൻ. യു ആർ ഇൻ ടോട്ടൽ കൺഫ്യൂഷൻ. കൺഫ്യൂഷനോ? അതും എനിക്കോ? അതും ഈ ഡ്രസ്സിന്റെ കാര്യത്തില്? ചാൻസേ ഇല്ല. ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നോക്കി ഇടാറുള്ളൂ. ഏതിട്ടാലും എനിക്ക് ഭംഗിയെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുമല്ല, ഞാനിപ്പോ കണ്ണാടിന് മുന്നിൽ നിന്ന് റെഡി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നീ പറയാറുണ്ടല്ലോ. അതല്ല ഇത്രയും ദിവസം മാത്രോടാ. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇനി ഞാൻ പറയുന്നൊന്നും നീ കേൾക്കണം നിർബന്ധമില്ല. ഈ ഇനിന്ന് വെച്ചപ്പോ എന്താ? ഞാനെന്തിനാ തന്നെ നെഗ്ലക്ട് ചെയ്യുന്നേ? ഇനി മുതൽ നീ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ഡ്രസ് ചെയ്ത മാത്രം പോരാ. ഇനി മുതൽ നീ നിന്റെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട പോലെയും ഡ്രസ് ചെയ്യണം. നീ ഇപ്പൊ പണ്ടത്തെ പോലെ സിംഗിൾ അല്ല മോനെ, ഡബിൾ ആടാ. വിൽ യു ജസ്റ്റ് ഷട്ട് അപ്പ്?
ഇവൻ പറഞ്ഞതും ശരി തന്നെയല്ലേ? എന്റെ ലൈഫിൽ ഇപ്പൊ അമൂല്യ കൂടെ വന്നിട്ടില്ലേ, അവക്ക് ഞാൻ ട്രഡീഷണൽ ഡ്രസ് ഇടുന്നതാ ഏറ്റവും ഇഷ്ടം. ഇപ്പോഴേ ഞാൻ ഏത് ഡ്രസ് ഇടണമെന്ന് ഡിസൈഡ് ചെയ്താ അവളുടെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഏത് ഡ്രസ് ഇടണമെന്ന് ഇയാള് പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഞാനും അല്ല, കല്യാണം കഴിക്കാത്തവർക്ക് ഈ വ്രതം എടുക്കാൻ പറ്റുമോ ഏട്ടത്തി? ഓഫ് കോഴ്സ് ചെയ്യാമോ, ചെയ്യാന്ന് മുത്തശ്ശേനെ പറഞ്ഞത്. എന്തിനാ ചോദിക്കുന്നേന്ന് വെച്ചാ അതെന്തോ വ്രതം തീർക്കാൻ വേണ്ടി വേറെന്തോ ചടങ്ങുണ്ടെന്നല്ലേ? ഭർത്താവ് കഴിപ്പിക്കണം, അത് ഇത് അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ? ആ കറക്റ്റ്. കുഴപ്പമില്ലല്ലോ, നിനക്കിതെല്ലാം അറിയാലോ. മുത്തശ്ശി പറഞ്ഞ പ്രകാരം കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഭർത്താവ് കഴിപ്പിച്ചതിന് ശേഷം വ്രതം തീരും. കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ കഴിപ്പിച്ചാലും മതി. അതും അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് നിവേദ്യം വെച്ച് ആശീർവാദം വാങ്ങിച്ച് കഴിക്കാത്രേ. എല്ലാത്തിനും പകരം ചെയ്യാൻ വേറെന്തെങ്കിലും പരിഹാരം കാണില്ലേ? അത് ശരി, ഈ വ്രതം എന്തിനാ എടുക്കുന്നേ? ഈ വ്രതം എടുക്കുന്നവര് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ജോഡിയായിട്ട് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ. ഇനി കല്യാണം കഴിയാത്തവര് നല്ല പയ്യന്മാരെ കിട്ടാനും, അഥവാ കല്യാണം നടക്കാൻ പോകുന്നവരാണെങ്കിൽ വേഗം കല്യാണം നടക്കാൻ വേണ്ടിയിട്ടും അത്ര ചെയ്യുന്നത്. ഞാനും ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ പറ്റുന്നില്ല. അയ്യോ, അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്ന ഏടത്തി? ഞാൻ തീർച്ചയായിട്ടും ചെയ്തോളാം. നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ സമാധാനമായിട്ട് വീട്ടിലേക്ക് വന്നാ മതി. ഓക്കേടി, താങ്ക് യു സോ മച്ച്. എന്റെ സംശയം ശരിയാണെങ്കിൽ ഇവളുടെയും ചേട്ടന്റെ ഇടയിൽ എന്തെങ്കിലും നടക്കുന്നതുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാം ക്ലിയർ ആവും. ചേട്ടൻ ഉറപ്പായിട്ട് ഇവിടെ ഭക്ഷണം കഴിപ്പിക്കാൻ വരും. ഞാൻ നിങ്ങളെ എല്ലാവരും മുന്നിൽ വെച്ച് പിടിക്കുകയും ചെയ്യും. ഇതെന്താ വേദാന്ത്, നീ ഇനിയും റെഡി ആയില്ലേ? ഓഫീസിൽ പോകാൻ നിനക്ക് ലേറ്റ് ആവില്ലേ? അതോ നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ലമ്മേ, പോവണം. വേഗം റെഡിയാവ്. ഇന്ന് ആദ്യ ഓർഗാനിക്സിന്റെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യ. നീ ആ ഒരു വിചാരത്തിൽ ഇവിടെ സ്ട്രെസ് ആയിട്ടിരിക്കുകയാണെന്ന് കരുതി നിനക്കൊരു കോഫിയും കൊണ്ടാ ഞാൻ വന്നത്. കുടിക്കും. താങ്ക്സ്. ഞാൻ ഒരു പ്രാവശ്യം ലോഞ്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറാൻ പോകുന്നില്ല. ഇന്നത്തെ കാര്യം ഞാൻ മിസ് ചെയ്യില്ല. എന്താന്ന് വെച്ചാ എനിക്ക് ഇതിനെ പറ്റി ഒരു ടെൻഷൻസും ഇല്ല. എല്ലാ പ്രിപ്പറേഷൻസും ഇന്നലെ തന്നെ ഞാൻ ചെയ്തു വന്നു. ഇന്ന് തൊട്ട് ആ പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർസിൽ അവൈലബിൾ ആയി. ആ അമ്മേ, അത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ കോളേജസിലും സ്കൂൾസിലും നാളെ തന്നെ ഫ്രീ ആയിട്ട് ഓർഗാനിക് പാഡ്സ് വെൻഡിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മോനല്ലേ വേദാന്ത്. എല്ലാ കാര്യങ്ങളും നീ സിസ്റ്റമാറ്റിക് ആയിട്ടല്ലേ ചെയ്യൂ. എല്ലാ ജോലികളും തീർത്ത് വെച്ചത് കൊണ്ട് സമാധാനമായിട്ട് ഓഫീസിൽ പോകാനായിരിക്കുമല്ലേ? ഇല്ലമ്മേ, ഇന്ന് ഓഫീസില്ല. എന്താ, ഓഫീസിൽ നിന്നില്ലെന്നോ? അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചപ്പോ നീ ഓഫീസിൽ പോകുന്നെന്ന് പറഞ്ഞതോ? എന്തുകൊണ്ടാ ഇന്ന് ഓഫീസ് ഇല്ലാത്തത്? ഐ എം സോറി അമ്മേ, ഇന്ന് വിജയദശമി ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാ എംപ്ലോയീസിനും ഇന്ന് ലീവ് കൊടുത്തു. അല്ല വേദാന്ത്, നീ എന്ന് മുതല് വിജയദശമി ദിവസത്തിനൊക്കെ ഓഫീസിന് ലീവ് കൊടുക്കാൻ തുടങ്ങിയത്? എല്ലാരും പ്രൊജക്ടിന് വേണ്ടി നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മേ. നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും ഇന്നലെ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലീവ് കൊടുത്തത്. സോ എല്ലാവരും ഈ ദിവസം ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഈ ബ്രേക്ക് അവരെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട് അമ്മേ. അത് മാത്രമല്ല, ഇന്നലെ അമൂലിയുടെ വീട്ടിൽ പൂജ. അപ്പൊ പിന്നെ ഞാൻ എല്ലാവർക്കും കൂടെ ഹോളിഡേ കൊടുത്തു. അമ്മേ, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവാ. ഇതിൽ ഏത് കുർത്തയിട്ടല്ല ഭംഗിയെന്ന് നോക്കിയേ. അത് വേദാന്ത്, നീ ഏത് കുർത്ത ഇട്ട് കഴിഞ്ഞാലും വളരെ ഹാൻസം ആയിരിക്കും. സത്യം പറയുകയാണെങ്കിൽ ആ കുർത്ത നീ ഇടുന്നത് കൊണ്ട് ആ കുർത്തയ്ക്ക് ഒരു ഭംഗിയുണ്ടാവും. അമ്മേ, ചിലപ്പോ അമ്മ വല്ലാതെ തമാശ പറയുമല്ലോ. ബട്ട് എനിവേസ്, താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്സ്.